തിരുവനന്തപുരത്തെ കെപിസിസി ആസ്ഥാനത്തേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ചിനിടെ വനിതാ പ്രവർത്തകയെ പോലീസ് മുഖത്തടിച്ചുവെന്ന് ബിജെപി ആരോപിച്ചു. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നു. അപർണ, ഏതായാലും ബിജെപിയുടെ മാർച്ച് സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പോലീസുകാർക്കെതിരെ ഒരു ആരോപണവുമായി ബിജെപി രംഗത്തെത്തുന്നുണ്ട്. മാർച്ചിനിടെ വനിതാ പ്രവർത്തകയെ പോലീസ് മുഖത്തടിച്ചു എന്ന ആരോപണം ബിജെപി ഉയർത്തുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് ഇന്ന് സംസ്ഥാനത്ത് കെപിസിസി ഓഫീസിന് മുമ്പിൽ ഇത്തരത്തിൽ ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി ഇന്ന് ഉച്ചയോടുകൂടി എത്തുന്നത്. ഈ പ്രതിഷേധത്തിൽ വലിയ അക്രമ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ബിജെപി പ്രവർത്തകർ പലതവണ പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ബാരിക്കേഡുകൾ അടക്കം തകർത്തുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് ബിജെപി മുതിരുകയായിരുന്നു. ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകിയിരുന്നത്. ഇതേസമയം ഈ മാർച്ച് ഉദ്ഘാടന വേളയിൽ തന്നെ മറുവശത്ത് ബിജെപി പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ബിജെപി പ്രവർത്തകയെ പോലീസ് മർദ്ദിച്ചു എന്നൊരു ആരോപണവുമായി ബിജെപി മറ്റ് പ്രവർത്തകർ രംഗത്തെത്തുന്നത്. ഇത്തരത്തിലൊരു പ്രവൃത്തി തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെയേറെ സംഘർഷാവസ്ഥ ഉണ്ടായ ഒരു സാഹചര്യം ഈ കെപിസിസി ആസ്ഥാനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു. പലതവണ ബിജെപി പ്രവർത്തകർ ബാരിക്കേഡ് തല്ലി തകർത്ത ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനിടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പലതവണ ശ്രമിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വീണ്ടും ഈ പ്രവർത്തകർ ബാരിക്കേഡുകളിലേക്ക് തള്ളിക്കയറുകയും മറ്റും ചെയ്തു. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ദീപ്തി, ശരി. എന്തായാലും തിരുവനന്തപുരത്തെ കെപിസിസി ആസ്ഥാനത്തേക്ക് ബിജെപി നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ മാർച്ചിനിടെ വനിതാ പ്രവർത്തകയെ പോലീസ് മുഖത്തടിച്ചു എന്ന ആരോപണം ബിജെപി ഉയർത്തുന്നുണ്ട്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒടുവിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. എപ്പോൾ വേണമെങ്കിലും ചർച്ചയാകാമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയെ അറിയിച്ചു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെക്കാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന പ്രതിപക്ഷം നിലപാടെടുത്തു. മന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. सदस्यगण, अभी प्रश्नकाल है। प्रश्नकाल के अंदर सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है। इसलिए मेरा आग्रह है, प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ। जितनी देर जितने समय आप चर्चा करना चाहेंगे. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, നമുക്കറിയാം രാജ്യത്ത് ഒരു സ്ഥിതിഗതി കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്രം അറിയിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ല, ഈ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേന്ദ്രം ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് വഴങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടിലടക്കം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുകൾ തള്ളുന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചത്, സ്പീക്കർ സ്വീകരിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ സഭ ചേർന്ന ഘട്ടത്തിലാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ
കിരൺ റിജിജു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണ്. ഏത് സമയത്ത് ചർച്ച വേണം, എത്ര സമയം ചർച്ച വേണം എന്നുള്ള കാര്യം സ്പീക്കർ തീരുമാനിക്കും. അത് ഏത് ചട്ടപ്രകാരം നടത്തണമെന്നുള്ള കാര്യം സ്പീക്കർ തീരുമാനിക്കും. കക്ഷി നേതാക്കളുമായി ആലോചിച്ച് എന്നുള്ള കാര്യം അറിയിച്ചു. നേരത്തെയും അതായത് ഈ സഭാ സമ്മേളനം തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു തങ്ങളെന്നും ഈ മന്ത്രി പറയുകയും ചെയ്തു. പക്ഷേ ഈ ചർച്ച എന്ന ആ ഒരു കാര്യത്തെ പൂർണ്ണമായും പ്രതിപക്ഷവും തള്ളുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ ലോക്സഭയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് KC വേണുഗോപാൽ ശക്തമായി തന്നെ ചർച്ചയല്ല ഇപ്പോൾ വേണ്ടത്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ് എന്നുള്ളതാണ്. ആ രാജി എന്ന നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷത്ത് നിന്ന് KC വേണുഗോപാൽ ഉന്നയിച്ചത്. അഖിലേഷ് യാദവും ആ ഘട്ടത്തിൽ സംസാരിക്കുകയും ചെയ്തു. അഖിലേഷ് യാദവും പറഞ്ഞത് ഇത്തരത്തിൽ ഇനിയും CJP പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായാൽ ഇനിയും തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. മാത്രമല്ല ചർച്ചയാകാമെന്നുള്ള കാര്യത്തിൽ അത് കോൺഗ്രസും BJPയും മാത്രമാണോ തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യവും കൂടി ഈ ഘട്ടത്തിൽ അഖിലേഷ് യാദവ് ചോദിക്കുകയും ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ആ പ്രതിഷേധത്തെ തുടർന്ന് ആ ഘട്ടത്തിൽ ലോക്സഭ പിരിഞ്ഞു. പിന്നീട് 2 മണിക്ക് ലോക്സഭ ചേർന്നപ്പോഴും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. അങ്ങനെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. രാജ്യസഭ 2 മണിക്ക് ചേർന്നപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു. ആ ഘട്ടത്തിൽ JP നദ്ദ എഴുന്നേറ്റ് വീണ്ടും രാജ്യസഭയിലും പറഞ്ഞു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യം. പക്ഷേ ആ ഘട്ടത്തിൽ സംസാരിച്ചത് മല്ലികാർജുൻ ഖാർഗെയാണ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയ്ക്കും പ്രതിപക്ഷം തയ്യാറല്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇപ്പോൾ കോൺഗ്രസ് ഇരു സഭകളിലും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇരു സഭകളും തുടർച്ചയായ 3-ാം ദിവസമാണ് സ്തംഭിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കറുപ്പണിഞ്ഞാണ് എല്ലാ MP-മാരും പാർലമെന്റിലേക്ക് എത്തിയത്. അതിന് മുന്നോടിയായി പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് മുന്നിൽ MP-മാരുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും പാർലമെന്റിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ചർച്ചയ്ക്കപ്പുറത്തേക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള ആവശ്യമാണ്. അതിൽ നിന്ന് പിന്നോട്ടില്ല, അതില്ലാതെ ഒരു ചർച്ചയ്ക്കുമില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അതിന് കേന്ദ്ര സർക്കാർ വഴങ്ങാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. ഏതായാലും ഈ 3-ാം ദിവസവും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് പാർലമെന്റിന്റെ ഇരു സഭകളും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇന്നലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി വീടിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ ചില പാർട്ടികൾ വിമർശനം ഉന്നയിച്ചു എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. അതായത് ഇതര പാർട്ടികളെ അറിയിക്കാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് സമരം നടത്തിയത് ശരിയായില്ല എന്നുള്ളൊരു നിലപാട് ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികൾ അറിയിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കൂടി പറയേണ്ട ഒരു കാര്യം. ഏതായാലും ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉള്ളത്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിലേക്ക് പ്രതിപക്ഷം ഇപ്പോൾ മാറിയിരിക്കുന്നു. നീറ്റ് എന്നുള്ള ചർച്ചയല്ല വേണ്ടത്, മറിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ശരി, എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ചർച്ചയാകാമെന്ന് പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജു സഭയെ അറിയിച്ചു. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. ചർച്ചയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം നിരസിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. ആരുടെയും ഓഫീസിലേക്കും വീട്ടിലേക്കും ചർച്ചയ്ക്കില്ലെന്ന് CJP നേതാക്കൾ വ്യക്തമാക്കി. ജന്തർ മന്ദറിലേക്ക് വന്നാൽ ചർച്ചയാകാമെന്നതാണ് CJP നിലപാട്. അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജന്തർ മന്ദറിൽ എത്തും എന്നതാണ് സൂചന. ആന്റണി ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഏതായാലും ഈ ഒരു ആരുടെയും വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ എത്തിയ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാട്, വ്യക്തമായ ഒരു നിലപാട് തന്നെയാണ് CJP നേതാക്കൾ സ്വീകരിക്കുന്നത്. എന്നാൽ ജന്തർ മന്ദറിലേക്ക്
എത്തിക്കഴിഞ്ഞാൽ ഒരു ചർച്ചയാകാം, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു നിലപാടും CJP സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതായാലും രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ജന്തർ മന്ദറിൽ എത്താനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ പോലീസ് അതിക്രമത്തിന്റെ അല്ലെങ്കിൽ പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ആ മർദ്ദനത്തിന്റെ ഒക്കെ അതിനുശേഷം ഇപ്പോൾ ശക്തമായി തന്നെ CJPയുടെ സമരം ജന്തർ മന്ദറിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ അവിടെ കൂടുതൽ സുരക്ഷയൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ CRPFകാരെയൊക്കെ അവിടേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇന്നിപ്പോൾ 2 മണിക്ക് ചർച്ചയുണ്ടാകുമെന്ന് JP നദ്ദയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. JP നദ്ദയുടെ വസതിയിൽ വെച്ചായിരിക്കും അത്തരത്തിൽ CJP നേതാക്കളുമായി ചർച്ച നടത്തുക എന്നുള്ളതാണ് അറിയിച്ചിരുന്ന ഒരു കാര്യം. ഈ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഈ CJP നേതാക്കളുമായി ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് JP നദ്ദയെയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചത്. പക്ഷേ ആ ക്ഷണം ഇപ്പോൾ CJP നേതാക്കൾ തള്ളിയിരിക്കുകയാണ്. ഒരു തരത്തിലും ഇനി ആരുടെയും വീട്ടിലേക്കോ ഓഫീസിലേക്കോ ചർച്ചയ്ക്ക് പോകുന്നില്ല എന്നുള്ളതാണ് CJPയുടെ നിലപാട്. ചർച്ച വേണമെങ്കിൽ അത് ജന്തർ മന്ദറിലാകാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാകാം. മറിച്ച് ഈ മന്ത്രിമാരുടെ ഓഫീസിലേക്കും വീട്ടുകളിലേക്കും പോയി ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവർ ചില ആവശ്യങ്ങൾ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു CJPയുടെ നേതാക്കൾ. അന്ന് 3 ആവശ്യങ്ങൾ അവർ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ. ഏതായാലും ഇനിയിപ്പോൾ അത്തരത്തിലൊരു ചർച്ചയ്ക്കും പോകുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ CJP നേതാക്കൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ്, പക്ഷേ ഓഫീസുകളിലേക്കോ വീടുകളിലേക്കോ പോകാനില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ ആ ചർച്ച നടക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായെങ്കിലും അത് ഇല്ല എന്നുള്ളതാണ്. അതേസമയം സോനം വാങ്ചുക്കിനോട് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഇപ്പോൾ CJP സ്ഥാപകൻ ദീപക് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം സോനം വാങ്ചുക്കിനെ രാജ്യത്തിന് ആവശ്യമുണ്ട്. അദ്ദേഹം നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ CJP സ്ഥാപകൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഈ സമരവേദിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അത് കോൺഗ്രസിന്റെ ചില വൃത്തങ്ങൾ തള്ളുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ സമരവേദിയിലേക്ക് ഇതുവരെ രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല. മറ്റ് പാർട്ടികളുടെ നേതാക്കളും എംപിമാരൊക്കെ നേരത്തെ ഈ വേദിയിലേക്ക് എത്തിയിരുന്നു. ഇതിലെ കോൺഗ്രസിന്റെ എംപിമാരും ലീഗിന്റെ എംപിമാരും ഒക്കെ ജന്തർ മന്ദറിൽ എത്തി പ്രതിഷേധത്തിന് പിന്തുണ അറിയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിലും അവിടേക്ക് വന്നിട്ടില്ല. മറിച്ച് CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ രാഹുലിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള ഒരു പ്രതിഷേധമാണ് നടന്നത്. ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് ആ സമരവേദിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ CJP പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസിന്റെ അതിക്രമം, അതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേട്, ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലുണ്ടായ സംഭവ വികാസങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി വിളിക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി വരുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ഒരു കേന്ദ്രങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി കൂടി ഈ സമരവേദിയിലേക്ക് എത്തുകയാണെങ്കിൽ CJP സമരത്തിന് അത് കൂടുതൽ ഊർജ്ജമാകുന്ന ഒരു നിലയിലേക്ക് വരും. വൈകുന്നേരത്തോടു കൂടി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജന്തർ മന്ദറിലേക്ക്. അങ്ങനെ ഇതൊരു വലിയ സമരമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഒരുപക്ഷെ അല്പസമയത്തിനകം എത്തും. 4 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം എത്തുമോ എന്നുള്ള അറിയില്ല. പക്ഷേ കോൺഗ്രസിന്റെ ചില വൃത്തങ്ങൾ രാഹുൽ ഇവിടേക്ക് എത്തില്ല എന്നുള്ള എത്തുമെന്നുള്ള വാർത്തകൾ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.